അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുലോക ജീവിതവും വിജയത്തിലാക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ കിട്ടും. ജീവിതത്തിൽ ഒരു ബറക്കത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന തെറ്റുകൾ ആരെങ്കിലും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് പറയുന്നത് കളവ് പറയുക. ജീവിതത്തിൽ നിരന്തരം ആവശ്യമില്ലാതെ ഇങ്ങനെ കളവ് പറയുക, വെറുതെ കളവ് പറയുക, എന്തിനും ഏതിനും എല്ലാത്തിനും പരിഹാരമായിക്കൊണ്ട് ഇങ്ങനെ കളവ് പറയുക. ഇനി ആവശ്യമില്ലാതെയാണെങ്കിലും വെറുതെ കളവ് ഇങ്ങനെ പറയുക. ഈ കാര്യം ജീവിതത്തെ നന്നായി ബാധിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും, അതായത് നമ്മുടെ ജീവിതത്തിൽ അതൊരു ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാകും. മാത്രമല്ല ജീവിതത്തിൽ ഒരു ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കളവ് പറയുന്ന സ്വഭാവം ഒഴിവാക്കുക. ഈ കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് നിസ്കാരത്തിൽ അലസത കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭക്തിയിൽ, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അലസത കാണിക്കുക. നമ്മുടെ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുക. 5 നേരം നിസ്കരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാൻ. നമുക്കറിയാം, 5 നേരം നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്തൊക്കെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരിക്കലും അലസത കാണിക്കരുത്. 5 നേരം നിസ്കരിക്കുവാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഖുർആൻ പാരായണം പ്രാവർത്തികമാക്കാനൊക്കെ ശ്രദ്ധിക്കുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, പടച്ച റബ്ബിനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഈ ശീലം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇശാ മഗ്‌രിബിന് ഇടയിൽ ഉറങ്ങാതിരിക്കുക. ഇശാ മഗ്‌രിബിന് ഇടയിൽ ഉറങ്ങാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇശാ മഗ്‌രിബിന് ഇടയിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഒരു സമയമാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പരമാവധി ഖുർആൻ പാരായണം ചെയ്ത് അങ്ങനെയൊക്കെ സമയം ചിലവഴിക്കുക. വെറുതെ നിൽക്കുന്ന സമയമാണെങ്കിൽ അത് ഉറങ്ങി തീർക്കരുത്. ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. അത് ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാകും. ഇനി അടുത്തതായിട്ട് പറയുന്നത് വീട്ടിൽ വേസ്റ്റ് കൂട്ടിവെക്കുന്ന ശീലം. അനാവശ്യമായിട്ട് വീട്ടിൽ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിവെക്കുക. അടുത്ത ദിവസം ഉള്ള വേസ്റ്റ് വീണ്ടും കൂട്ടിവെക്കുക. അത് കഴിഞ്ഞുള്ള ദിവസം വീണ്ടും അതിലേക്ക് തന്നെ ഇങ്ങനെ കൂട്ടിവെക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വേസ്റ്റ് കൂട്ടിവെക്കുന്ന ശീലം ഇല്ലാതാക്കണം. സ്ത്രീകളാണെങ്കിൽ അടുക്കളയൊക്കെ വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കണം. പാത്രങ്ങളൊക്കെ കഴുകാതെ അതുപോലെ അങ്ങ് വെക്കുന്ന ശീലങ്ങളൊക്കെ, അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഇങ്ങനെ കൂട്ടിയിടുന്ന സ്വഭാവം അത് നിർത്തണം. അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ബറക്കത്ത് കാണാൻ സാധിക്കും. അതുപോലെ മാതാപിതാക്കളെ ചീത്ത പറയുന്ന സ്വഭാവം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കളെ ചീത്ത പറയുന്ന സ്വഭാവം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അങ്ങനെ ഉള്ളവരിൽ തീർച്ചയായിട്ടും അവരുടെ റഹ്മത്ത് നഷ്ടപ്പെടും, ബറക്കത്ത് ഉണ്ടാകില്ല. അവരുടെ ജീവിതം തന്നെ വേസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും ചീത്ത പറയല്ലേ. മാതാപിതാക്കളെ പൊന്നുപോലെ സ്നേഹിക്കുക, ലാളിക്കുക, ഓമനിക്കുക. ഇതാണ് വേണ്ടത്. ഒരിക്കലും മാതാപിതാക്കളെ ചീത്ത പറയല്ലേ. ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നാശത്തിലോട്ടാണ്. പരലോക ജീവിതം നാശത്തിലാകും, ദുനിയാവും ആഖിറവും നാശത്തിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കുക. തമാശ രൂപത്തിലാണെങ്കിൽ പോലും മാതാപിതാക്കളെ പേരെടുത്ത് ഗൗരവത്തിലൊന്നും വിളിക്കാതിരിക്കുക. ഈ കാര്യം നിങ്ങൾ മാറ്റണം. ചില ആളുകളൊക്കെ തമാശ രൂപത്തിലൊക്കെ ഒരു മാതാപിതാക്കളെ പേരെടുത്ത് ഒരു ബഹുമാനമില്ലാത്ത രീതിയിലൊക്കെ വിളിക്കും. ഈ ശീലം മാറ്റണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് മക്കൾക്കെതിരായി മാതാപിതാക്കൾ തിന്മ കൊണ്ട് ദുആ ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ദുആ ഉറപ്പായും ഫലിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നല്ല രീതിയിൽ ദുആ ചെയ്യണം. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ വിജയത്തിന് വേണ്ടി, മക്കളുടെ ജീവിതം വിജയത്തിലാകുവാൻ വേണ്ടിയിട്ട്, ഇരുലോക ജീവിതവും വിജയത്തിലാകുവാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ദുആ ചെയ്യേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് നഗ്നമായി ഉറങ്ങുന്ന ശീലം, അതുപോലെ തന്നെ ഉറക്കം അധികരിപ്പിക്കുക. ഒരു പരിധി വിട്ട് അധിക സമയം വെറുതെ ഉറങ്ങുക, അധിക സമയം ഉറക്കത്തിലാവുക, അതുപോലെ നഗ്നമായിട്ട് ഉറങ്ങുക. ഇതും അതിൽപ്പെട്ട ഒരു കാരണമാണ്. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. നഗ്നമായി ഉറങ്ങാതിരിക്കുക. കൂടുതൽ സമയം അമിതമായി ഉറങ്ങുക. ഈ ശീലവും മാറ്റിയെടുക്കുക. അതുപോലെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് ചീകുന്ന സ്വഭാവം. പൊട്ടിയ ചീർപ്പ് പറ്റ മുഷിഞ്ഞ ചീർപ്പൊക്കെ വാങ്ങാൻ കഴിയുന്ന വ്യക്തിയാണ്. എന്നാലോ
പിസ്കത്തരം, അതായത് പൊട്ടി ചേർപ്പ് കൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വാരി, ആ ശീലം മാറ്റണം എന്നാണ് പറയുന്നത്. ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക. ചില ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ധരിച്ച വസ്ത്രം കൊണ്ട്, അതുപോലെ തന്നെ ആ ധരിച്ച വസ്ത്രം കൊണ്ട് അതിലങ്ങോട്ട് കൈ തൂത്ത് അല്ലെങ്കിൽ മുഖം തുടയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അത് മാറ്റണം. ഒരിക്കലും ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കാനോ അല്ലെങ്കിൽ കൈ തുടക്കാനോ ഇങ്ങനെ ഒന്നും പാടില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധരിച്ച വസ്ത്രം കൊണ്ട്, അല്ലാത്തതുകൊണ്ടൊന്നും പ്രശ്നമില്ല, ധരിച്ച വസ്ത്രം കൊണ്ട് ഒരിക്കലും മുഖം തുടക്കാനൊന്നും പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ദാരിദ്ര്യമുണ്ടാക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഇരുലോക ജീവിതം വിജയത്തിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.